ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറെ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ അൺബോക്സിംഗ് വീഡിയോയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന അൺബോക്സിംഗ് ഒരു സ്മാർട്ട് ഫോണിന്റെ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ പ്രോഡക്റ്റിന്റെയാണ്. റെഡ്മിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു 20,000 mAh പവർ ബാങ്കിന്റെ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, ഇതാണ് റെഡ്മി പവർ ബാങ്കിന്റെ ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റ് ബോക്സ്. ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. കാണുമ്പോൾ മനസ്സിലാവും, നമ്മുടെ MIയുടെ പവർ ബാങ്കിന്റെ ബോക്സ് കണ്ടുള്ളവർക്ക് മനസ്സിലാവും. സെയിം ടു സെയിം ആണ് എല്ലാം. ഡിസൈൻ ആയാലും ശരി, അവർ ചെയ്തിരുന്നത് എല്ലാ പ്രിന്റിംഗ് ഉൾപ്പെടെ എല്ലാം സെയിം ആണ്. ഇവിടെ MIക്ക് വേറെ റെഡ്മിന്ന് അടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ആ പവർ ബാങ്കിന്റെ ഒരു ഫോട്ടോ ഇവിടെ കണ്ടി കൊടുത്തിട്ടുണ്ട്. 20,000 mAh പവർ ബാങ്ക് ആണ്. അതിൻ്റെ കൂടെ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റിംഗ് ഫീച്ചറായ 2-3 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിഥിയം പോളിമർ ബാറ്ററി, ഡ്യുവൽ ഇൻപുട്ട് പോർട്ട്, മൈക്രോ USB ടൈപ്പ് സിയും, അതുപോലെ അഡ്വാൻസ് ചിപ്പ് പ്രൊട്ടക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ കണ്ടില്ല, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിനകത്ത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ്, പ്രോഡക്റ്റ് കോഡും അതിൻ്റെ പേരും ബാക്കി ഇൻപുട്ട് വാട്ട് എത്രയാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് 1999 രൂപയെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ഓൺലൈനിൽ 1499 സെയിലിൽ എനിക്ക് 100 രൂപ കുറവ് വന്നിട്ട് 1399 രൂപയ്ക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അടുത്ത് തന്നെ നേരെ ബോക്സിനകത്ത് എന്തൊക്കെ കണ്ടൻസ് ഉണ്ടോ തുറന്ന് നോക്കാം. സോ ഗൈസ്, നമ്മളിതിൻ്റെ താഴത്തെ സീൽ കട്ട് ചെയ്തിട്ടുണ്ട്. തുറന്ന് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അതായത് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു സെക്ഷനാണ് വരുന്നത്. ഇത് പുറത്തെടുത്തതിന് ശേഷം നമുക്ക് അല്ലേ ബുക്സ്, അതായത് ഒരു യൂസർ മാനുവലാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു യൂസർ മാനുവൽ. പിന്നെ ഇതിൻ്റെ കൗണ്ടർ ഫേറ്റ് ആണോ ഒറിജിനൽ ആണെന്നൊക്കെ അറിയാനുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ളതൊക്കെ ഇവിടെ ഇരിക്കാൻ മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിന് ഈ ബോക്സിനകത്ത്, ഈ ചെറിയ ബോക്സിനകത്ത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുക്കുമ്പോൾ പവർ ബാങ്ക് വരുന്നുണ്ട്. അത് കൂടാതെ അല്ലേ അങ്ങനെ ഒരു ചെറിയൊരു USB A to USB C അല്ല, ഇത് USB A to B ആണ് കേട്ടോ. USB to മൈക്രോ USB ആണ് പോർട്ട് വരുന്നത്. ഓക്കെ ഗൈസ്, ഇതാ ഞാനിപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഒന്ന് തുറക്കാൻ പോവുകയാണ്. തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇതിൽ തന്നെ ബ്ലാക്ക് കളർ, നേരത്തെ പറഞ്ഞില്ല പവർ ബാങ്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, ഹാൻഡിലൊരു നല്ല കംഫർട്ട് ഫീൽ ചെയ്യാൻ ഫസ്റ്റ് എടുത്തപ്പോൾ തന്നെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഹെവിയാണ് കേട്ടോ, നല്ല ഹെവിയാണ്. അത്യാവശ്യം ഒരു 400 to 500 ഗ്രാംസിനകത്ത് എന്തായാലും വരും. നല്ല ഹെവിയാണ്. 20,000 mAh ആയതുകൊണ്ട് തന്നെ തീർച്ചയായും നല്ല ഹെവി ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഒരു 1 ഹാൻഡിനകത്ത് ഒതുങ്ങുന്നുണ്ട്. നല്ല ഒരു 1 ഹാൻഡ് കോമ്പാക്ട്, അത്ര കോമ്പാക്റ്റ് അല്ല, എന്നാലും അത്രയ്ക്ക് എന്താ പറയുക ഓവറായിട്ട് ബൾക്കി അല്ല. കൈക്കത്ര നല്ല എന്താ പറയുക ഗ്രിപ്പ് ഫീൽ കിട്ടുന്നുണ്ട്. ചെറിയ ടെക്സ്ചർ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. സോ ഗൈസ്, അടുത്ത് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച് സംസാരിക്കാം. ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ്. പക്ഷേ ചീപ്പ് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, വളരെ നല്ല കട്ടിയുള്ള നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ് അല്ലേ. അതുപോലെ തന്നെ ഇതിന് മുകളിൽ ഒരു ടെക്സ്ചർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത ഭാഗത്തുകളിൽ ഗ്രിപ്പിന് വേണ്ടി 4 സൈഡിൽ ഒരു ലൈൻസ് പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക സ്ലിപ്പായി പോകുന്നുള്ളൊരു ഇത് പേടിയൊന്നുമില്ല. വളരെ ഒരു എന്താ പറയുക ഗ്രിപ്പി ഫീൽ തന്നെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇവിടെ ആയിട്ടാണ് പോർട്ട്സ് എല്ലാം വരുന്നത്. 2 USB A ഔട്ട്പുട്ട് പോർട്ടാണ് തന്നിരിക്കുന്നത്. അതുപോലെ ഇൻപുട്ടിന് വേണ്ടി USB C പോർട്ടും മൈക്രോ USB പോർട്ടും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ ആണല്ലേ, ചാർജിങ് ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഒരു 25 ഓരോ LED 25% ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് അസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം പൊസിഷനിലായിട്ട് 20,000 mAh കുറച്ച് പവർ ബാങ്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ BAS സർട്ടിഫിക്കേഷൻ്റെ സീലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ടോപ്പ് പോർഷനിൽ റെഡ്മിയുടെ ബ്രാൻഡിങ് മാത്രമാണ് വരുന്നത്. എന്തായാലും എന്താ പറയുക ഇൻ ഹാൻഡ് ഫീലൊക്കെ വളരെ എന്താ പറയുക നല്ല കംഫർട്ട് ഫീൽ തന്നെയാണ്. 1 ഹാൻഡിലൊക്കെ പിടിക്കാനൊക്കെ കഴിയും. അത്യാവശ്യം വലിയ കൈയാണെങ്കിൽ, എൻ്റെ പോലത്തെ വലിയ കൈയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഒതുങ്ങി നിൽക്കും. പിന്നെ ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത് അല്ലേ. പവർ ബട്ടൺ ഒരു ചെറിയ രീതിയിലുള്ള ഡിഫറെൻറ്റ് വേറെ ടോൺ കളർ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക്, ഒരു ഡാർക്കറായിട്ടുള്ള ബ്ലാക്ക്. പിന്നെ ഈ പവർ ബാങ്കിൻ്റെ മറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ഒരു ലിഥിയം പോളിമർ ബാറ്ററിയാണ്. പഴയ പ്രീവിയസ് ജനറേഷനിൽ യൂസ് ചെയ്യുന്ന പോലെയുള്ള ലിഥിയം അയൺ ബാറ്ററി അല്ല. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് കൂടുതൽ ബാറ്ററി ലൈഫും പ്രൊവൈഡ് ചെയ്യും. അതായത് കൂടുതൽ കാലം ഇത് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ഡാമേജ് ആകുന്നുള്ള ചാൻസ് വളരെ കുറവാണ്. നമുക്കിപ്പോൾ ഇൻ കേസ് എന്താ പറയുക മറ്റ് പഴയ ബാറ്ററി അപേക്ഷിച്ച് പഴയ ബാറ്ററിക്കൊക്കെ പൊട്ടിത്തെറിക്കുന്നതിനുള്ള ചാൻസ് കൂടുതലായിരുന്നു. അതിനെ അപേക്ഷിച്ച് ഇത് നോക്കുമ്പോൾ ഇത് കുറേ കൂടെ സേഫ് ആയിട്ടുള്ള ഒരു ബാറ്ററി എന്ന് തന്നെ പറയാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ
ഇതിനകത്ത് 12 ലെയർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ നമുക്കിത് പൊട്ടിത്തെറിച്ച് അങ്ങനെ പെട്ടെന്ന് തീ പിടിക്കുന്നോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അതിന് വേണ്ടിയുള്ള എക്സ്ട്രാ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ് അവർ 12 ലെയർ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ചിപ്പും കൊടുത്തിട്ടുണ്ട്. അതും ഇതിനെ എന്താണ് ഓവർ ചാർജിങ്ങിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഓവർ വോൾട്ടേജ് ഇൻക്രീസ് ചാർജ് ചെയ്യുന്ന സമയത്ത് കയറി വന്നാലും അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 2 ഡ്യുവൽ പോർട്ടിനകത്തും 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടറാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 പോർട്സും ക്വാൾകോമിൻ്റെ ക്വിക്ക് ചാർജ് 3 സപ്പോർട്ടറായിട്ടുള്ള 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അതായത് ക്വാൾകോമിൻ്റെ ക്വിക്ക് ചാർജ് 3 സപ്പോർട്ടറായിട്ടുള്ള 18 വാട്ടിങ് ഫാസ്റ്റ് ചാർജിങ് മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു ഓപ്പോയുടെയോ വിവോയുടെയോ അല്ലെങ്കിൽ OnePlusൻ്റെയൊക്കെ ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്, അതിനകത്ത് നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മേടിക്കരുത്. കാരണം അവർ യൂസ് ചെയ്യുന്നത് അവരുടെ സ്വന്തം വൂക്ക് ചാർജറും ഡാഷ് ചാർജറും ടെക്നോളജിയൊക്കെയാണ്. ഇതിൽ വരുന്നത് ക്വാൾകോമിൻ്റെ ഭാഗത്തു നിന്നുള്ള ചാർജിങ് ടെക്നോളജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വാൾകോമിൻ്റെ ഭാഗത്തു നിന്നുള്ള 18 വാട്ടിൻ്റെ സപ്പോർട്ടുള്ള ഏത് ചാർജിങ് ടെക്നോളജി സപ്പോർട്ടഡായിട്ടുള്ള ഇതിലും നിങ്ങൾക്ക് ഈ പവർ ബാങ്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്റ്റാൻഡേർഡ് ചാർജിങ് 5 വോട്ട് 2 ആംപിയർ ചാർജിങ് ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ പവർ ബട്ടനകത്ത് വേറെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റോ അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള സ്മാർട്ട് വാച്ച് എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനകത്ത് 2 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് ലോ പവർ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അല്ലേ, ലോ പവർ മോഡ് ഇങ്ങനെ വരുന്നതുണ്ട്. അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പവറിനകത്ത് നമ്മുടെ ഇതിനൊക്കെ ഇതുപോലുള്ള ചെറിയ ഡിവൈസിനെ ചാർജ് ചെയ്യുന്നത് ഉപയോഗിക്കാം. അതും വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എങ്ങനെ നോക്കിയാലും ഈ പ്രൈസ് റേഞ്ചിനകത്ത് വെച്ച് വളരെ നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ് ഈ റെഡ്മിയുടെ ഭാഗത്തു നിന്നുള്ള ഈ പവർ ബാങ്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഏക ഒരു കാര്യം ഇതിൻ്റെ വെയിറ്റ് ആണ്. കാരണം വെയിറ്റ് ഇച്ചിരി കൂടുതലാണ്. എനിക്ക് എങ്ങനെ നോക്കിയിരിക്കുന്നത് അതിനെ MH ആയതുകൊണ്ട് തന്നെ വെയിറ്റ് കാണും, എന്നാലും ഇച്ചിരി കൂടുതലാണെന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങൾക്ക് പോക്കറ്റിനകത്തൊക്കെ ഇട്ടുകൊണ്ട് ഉപയോഗിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്ത പക്ഷം വളരെ നല്ലൊരു പവർ ബാങ്ക് തന്നെയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എന്താ പറയുക ചാർജിങ് ബാക്കപ്പ് ഒക്കെ എല്ലാം ഇതിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തൊരു പവർ ബാങ്ക് തീർച്ചയായും വേണ്ടി വരും. അതിനൊക്കെ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ വാല്യൂവും വളരെ നല്ല വാല്യൂ തന്നെയാണ്. 1500 രൂപയ്ക്കകത്ത് വളരെ നല്ലൊരു എന്താ പറയുക വളരെ നല്ല ഫീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല സ്റ്റഡി ബിൽഡും എല്ലാം തരുന്ന ഒരു പവർ ബാങ്ക് തന്നെയാണ് റെഡ്മിയുടേത്. നിങ്ങൾക്ക് തീർച്ചയായും ഈ പവർ ബാങ്ക് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാൻ മേടിച്ചത് mi.com നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗൈസ് ഇതിനകത്ത് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ചെയ്യാനും പറ്റും. അതായത് പവർ ബാങ്കും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാനും കഴിയും. അതിന് അപ്രോക്സിമേറ്റ് 7.5 മണിക്കൂറാണ് എടുക്കുന്നത്. അതായത് 100% 0 തൊട്ട് 100% വരെ ആക്കാൻ 7.5 മണിക്കൂർ വേണമെന്നാണ് പറയുന്നത്. ക്വിക്ക് ചാർജിൻ്റെ സപ്പോർട്ടുള്ള ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ. അല്ല നിങ്ങൾ നോർമൽ ചാർജർ വെച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു 10 to 11 മണിക്കൂർ വരെ എടുക്കും 0 തൊട്ട് 100% വരെ ചാർജ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ 2 പോർട്ടിനകത്ത് സൈമൾട്ടേനിയസ്ലി 18 വാട്ട് ഫാസ്റ്റ് ചാർജ് ഔട്ട്പുട്ട് കൊടുക്കാൻ കഴിയും. അത് വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഒരേ സമയം 2 ഫോണിനകത്ത് ക്വിക്ക് ചാർജ് സപ്പോർട്ടുള്ള ഫോണിനകത്ത് 18 വാട്ട് ഔട്ട്പുട്ട് ചാർജിങ് കൊടുക്കാൻ കഴിയും. സോ അടുത്ത് നമ്മളിപ്പോൾ ഇതിൻ്റെ ചാർജിങ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇതിൻ്റെ 2 പോർട്ടിനകത്തും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഔട്ട്പുട്ട് സപ്പോർട്ടഡാണെന്ന് പറയുന്നത്. അതായത് ക്വാൾകോം ക്വിക്ക് ചാർജ് 3 സപ്പോർട്ടായിട്ടുള്ള 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഔട്ട്പുട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് റെഡ്മിയുടെ ഭാഗത്തു നിന്നുള്ള Note 9 Pro എന്ന ഡിവൈസാണ്. അതിൻ്റെ തന്നെ ചാർജിങ് കേബിളും എടുക്കുന്നുണ്ട്. കാരണം ഒബിയസ്ലി ഇതിൽ തന്നിരിക്കുന്ന കേബിള് മൈക്രോ USB ആണ്. നമുക്കത് യൂസ് ചെയ്യാൻ കഴിയത്തില്ല. ഞാനിപ്പോൾ ആദ്യം ഫോണിൽ കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞ് അടുത്ത് പവർ ബാങ്കിൻ്റെ ഫസ്റ്റ് പോർട്ടോട്ട് കണ്ടില്ലേ, ഇപ്പോൾ കാണിക്കും കണ്ടില്ലേ ക്വിക്ക് ചാർജ് എന്ന് എഴുതി കാണിക്കുന്നു. അതായത് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്. നമുക്ക് അടുത്ത പോർട്ടിലൂടെ ഒന്ന് മാറ്റി കൊടുത്തു നോക്കാം. കണ്ടില്ലേ ഇതിനകത്തും ചാർജിങ് ആവുന്നുണ്ട്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് ക്വിക്ക് ചാർജ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 പോർട്ടിനകത്തും 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. സോ ഗൈസ് ഇതായിരുന്നു റെഡ്മിയുടെ 20,000 mAh പവർ ബാങ്കിന്റെ ചെറിയ അൺബോക്സിംഗ് വീഡിയോ. ഇഷ്ടപ്പെടാൻ ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് എല്ലാം താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ടിൽ ദെൻ ബൈ ബൈ.